എന്റെ അമ്മോ, ഇങ്ങനെയുണ്ടോ ഒരു സ്വർണ്ണവില? സ്വർണം എടുക്കാൻ വേണ്ടി പോയപ്പോ ദേ സ്വർണ്ണവില കേട്ടതും ഞങ്ങളുടെ ബോധം പോയി. ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണമെന്നാണ് അപ്പായുടെ തത്വം. അതുകൊണ്ട് തന്നെ വില പേശുന്നതിന് അപ്പായെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളൂ. അങ്ങനെ ദേ അപ്പായുടെ വിലപേശലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ സ്വർണ്ണമെല്ലാം എടുത്തു. പിന്നെ അപ്പായുടെ വിലപേശല് അവിടെ ഇവിടെയൊക്കെ എനിക്കും തട്ടിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോ ദേ ആബുക്കുട്ടൻ ദേ ആനപ്പുറത്ത് കയറി. ആനപ്പുറത്ത് കയറിയപ്പോ അവന് പേടിയായിരുന്നു. പിന്നെ അവനെ ഇറക്കിയതും കെങ്കൂട്ടനെ കയറ്റിയതും കെങ്കൂട്ടൻ അതിൽ നിന്ന് ജിംനാസ്റ്റിക് കളിക്കുകയായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ ഷോപ്പിംഗ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ദേ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും കടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. ആ നേരമായി ഞങ്ങൾ അവിടെ നിന്ന് പോന്നപ്പോ. അപ്പൊ ഈ നേരം ആയതുകൊണ്ട് തന്നെ വിശപ്പിന്റെ വിളി നല്ലോണം ഉണ്ടായിരുന്നു. അപ്പൊ ദേ ഒരു ഫുൾ അൽഫാം മന്തി ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് കഴിച്ചു. അപ്പ പൊറോട്ടയായിരുന്നു കഴിച്ചത്. ഞങ്ങള് വിശപ്പിന്റെ വിളി കൊണ്ട് കഷ്ടപ്പെട്ടായിരുന്നു ആ മന്തി കഴിച്ചത്. അത്രയ്ക്ക് മോശമായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ദേ വീട്ടിൽ വന്നപ്പോൾ അബുകൂടെ നല്ല ഉറക്കമായിരുന്നു. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ.